മുംബൈയിലെ മലയാളി കുടുംബങ്ങളും ആഘോഷത്തിമിർപ്പിലാണ്. നാട്ടിലേതിനേക്കാൾ കേമമായി ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മുംബൈയിലെ മലയാളി സമൂഹം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ഹാപ്പി ഓണം SKN. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലെ സയനിലാണ്. സയനിലെ ഒരു മലയാളി കുടുംബത്തിൻ്റെ ഓണാഘോഷം എവിടെ വരെ എത്തി എന്നറിയാൻ വേണ്ടി നമ്മളിപ്പോൾ സയനിലെ ഷാജി ദിവാകരൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. പുറത്ത് പൂക്കളമൊക്കെ ഇട്ട് ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി ഈ കുടുംബത്തിൻ്റെ ആഘോഷങ്ങൾ എവിടെ വരെ എത്തി എന്ന് ചോദിക്കാം. എല്ലാവരും റെഡിയാണ്. എല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ട് കേരള വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ റെഡിയായി. എല്ലാം ഓണം എവിടെ വരെ എത്തി റൂമിൻ്റെ അടുത്ത് വരെ എത്തി. കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഇനിയിപ്പം ഇന്ന് ഉത്രാടം മറ്റ് പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് അതിന് കൊണ്ടുവരാൻ വേണ്ടി പോകണം. എല്ലാം റെഡിയാണ്. ആരാ പൂട്ടത്? ആരാ പുറത്ത്? ഞാനും അമ്മയും കൂടെ ആയിരുന്നു. എല്ലാവരും പേരൊന്ന് പറഞ്ഞു. ഷാജീവ് ദിവാകരൻ, ദേവിക ഷാജീവ്, നിഷ ഷാജീവ്, ഭാവിക ഷാജീവ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 6th. ഒരു ഓണപ്പാട്ട് പാടാമോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഓണ സദ്യ ഉണ്ടാക്കാറുണ്ടല്ലോ, എന്താ ഇഷ്ടം പ്രധാനപ്പെട്ടത്? സദ്യയിൽ പായസമാണോ? എന്ത് പായസം ഇഷ്ടം? പാലട. നാട്ടിലേക്ക് വിളിക്കാറുണ്ടോ ഓണത്തിന്റെ സമയത്ത്? നാട്ടിലാണെങ്കിൽ ഇതിലും രസം ഉണ്ടാവും തോന്നുന്നു. നാട്ടിലല്ലേ ഏറ്റവും നല്ല രസം. ഇവിടെക്കാട്ടി നല്ല രസം അവിടെ തന്നെ അല്ലേ. അപ്പൊ നാട്ടിലുള്ള അച്ഛമ്മയൊക്കെ വിളിക്കും. നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആഘോഷിച്ചിട്ടില്ല ഇതുവരെ ഓണം. പോണം പക്ഷെ എപ്പോഴേലും ഓണത്തിന്. ഉത്രാട പാച്ചിൽ ഉണ്ടോ? എല്ലാം വാങ്ങിച്ചു വെച്ചോ? തീർച്ചയായിട്ടും. ഇതിപ്പം ഇത് കഴിയുമ്പോൾ ഉടനെ മാർക്കറ്റിൽ പോകണം, പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. ഈ ഓണ സദ്യ വിപുലമായിട്ടുണ്ടോ? എല്ലാ ഐറ്റംസും ഉണ്ടാക്കുമോ? എല്ലാ ഐറ്റവും ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിക്കും. എന്നിട്ട് ഇവിടെ നല്ല രസമാണ് ഇവിടെ ഓണാഘോഷം. ഈ മലയാളി കുടുംബത്തെ പോലെ നിരവധി കുടുംബങ്ങൾ മറുനാട്ടിൽ ഇങ്ങനെ ഓണാഘോഷിക്കുകയാണ്. മുംബൈയിലും സജീവമായി തന്നെ ഉണ്ട്. ഇത്തവണ ഓണച്ചന്തകൾ മലയാളി സംഘടനകളുടെ നേതൃത്വം